ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളിപ്പോൾ ഉള്ളത് ആനമലയിൽ നിന്ന് കൊടിക്കളം കൊടൈക്കനാൽ പോണ വഴിക്കുള്ള ഒരു തെങ്ങുംതോപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ വാൽപ്പാറയൊക്കെ കറങ്ങിയിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ വീഡിയോ കണത്തിലുണ്ടെങ്കിൽ അതുപോലെ കാണണേ. നമ്മൾ രാത്രി ഫുള്ള് നല്ല കിടന്ന് ഇവിടെ കേട്ടോ. ഇനി നമുക്കൊന്ന് കുളിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കണം. നമുക്കിവിടെ കുളിക്കാന്ന് പറഞ്ഞാൽ അവിടെ ചെറിയ കനാൽ പോലെ എന്തോ സംഭവം ഉണ്ടെന്ന് പറയട്ടോ. ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ ഞങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോയി നോക്കാൻ തന്നെ ഇരിക്കുക. നമ്മളങ്ങനെ ഫുള്ള് പാക്കിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഈ അണ്ണനാണ് നമുക്ക് ഇന്ന് കിടക്കാൻ സ്ഥലം തന്നെ. എന്നാ പേര്? ആനന്ദ്. കളമ്പീട്ടരാണ്. താങ്ക് യു. നമ്മൾ അണ്ണനോട് യാത്രയെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇനി കുളിക്കാൻ പോവാണ്. പോകുന്ന വഴി ഇതുപോലെ കുറേ തെങ്ങുതോട്ടങ്ങൾ കാണാം. അവിടെ കയറാണെന്ന് തോന്നുന്നു, എന്തോന്നും ഉണ്ടാക്കുന്നുണ്ട്. കയറിപ്പോയി നോക്കാമെന്ന് വിചാരിച്ചപ്പം അവിടെ നോ എൻട്രി ബോർഡ് വെച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ എവിടെ പോയാലും ഇതുപോലെ ചെറിയ ചെറിയ വീടുകളാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. 2 വീടിനും കൂടെ ഒറ്റ ഭിത്തിയേ ഉള്ളൂ. ഒരു വീട് മറ്റൊന്നിനോട് ഒട്ടിച്ചു വച്ചിരിക്കുന്ന പോലെ. അതുപോലെ തീരെ മുറ്റമില്ലാണ്ട് റോഡിനോട് ചേർന്നാണ് അവർ താമസിക്കുന്നത്. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതേ കാണുന്നത് ഒരമ്പലമാണ്. നമ്മുടെ നാട്ടിലെ അമ്പലങ്ങൾക്കും പള്ളികൾക്കൊക്കെ ഒരു കോമൺ ഷേപ്പുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെയില്ല. ഇവിടെ ഒരു മരത്തിൻ്റെ കീഴെ ഒരു ചെറിയ വിഗ്രഹം വെച്ചിട്ട് അവിടെയായിരിക്കും അവർ പ്രവർത്തിക്കുന്നുണ്ടാവുക. അതുപോലെ വലിയ വലിയ അമ്പലങ്ങളും ഉണ്ട്. ഇവിടെ ഇപ്പോൾ പുളി വിളവെടുപ്പിൻ്റെ സമയമാണ്. വരുന്ന വഴിക്കെല്ലാം ഇതുപോലെ പുളി പറിക്കുന്നത് കാണാം. അതുപോലെ പൊള്ളാച്ചിയെല്ലാം വന്നു കഴിയുമ്പോൾ റോഡിൻ്റെ 2 സൈഡിലും ഇതുപോലെ മരങ്ങൾ നിൽക്കുന്നത് കാണാം. നല്ല ഭംഗിയാണ്. അതുപോലെ നല്ല തണലുമാണ്. കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുളിമരങ്ങളാണ് കാണാൻ പറ്റുക. നമ്മളിപ്പോൾ പോകുന്നത് തിരുമൂർത്തി മലയിലേക്കാണ്. രാവിലെ നമ്മുടെ അണ്ണനോട് കുളിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അണ്ണൻ പറഞ്ഞു ഇവിടെ കിണറുണ്ട്, ഇവിടെ നിന്ന് കുളിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പുറത്ത് പോയി കുളിക്കാനാണ്, കനാലോ പുഴയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം അണ്ണനാണ് പറഞ്ഞത് തിരുമൂർത്തി മലയിൽ ഒരു വാട്ടർഫോൾ ഉണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് സ്ഥലം കാണുകയും ചെയ്യാം കുളിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ സ്ഥലത്തിനെ കുറിച്ച് അറിയുന്നത്. ഇതാണ് തിരുമൂർത്തി ഡാം. തിരുമൂർത്തി മലയിൽ നിന്ന് വരുന്ന വെള്ളം നേരെ ഈ ഡാമിലേക്കാണ് വരുന്നത്. ഈ ഡാമിലും ഇതിൻ്റെ പരിസരത്തെല്ലാം ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതലും പാട്ട് സീൻസാണ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടേക്ക് വരണമെങ്കിൽ 20 രൂപ പാസ് എടുക്കണം. പൊള്ളാച്ചിയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ ഉണ്ട് തിരുമൂർത്തി മലയ്ക്ക്. ഇത് നമ്മുടെ ട്രിപ്പിൻ്റെ 3ാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്നലെ വാൽപ്പാറയിൽ നിന്ന് നേരെ പൊള്ളാച്ചി വന്ന് പൊള്ളാച്ചിയിൽ സ്റ്റേ ചെയ്തു. വാൽപ്പാറ നല്ല തണുപ്പായിരുന്നു. പൊള്ളാച്ചി എത്തിയപ്പോൾ നല്ല ചൂടായി. ചൂടും അണ്ണൻ്റെ പട്ടികളുടെ കുരയും കൂടെ ആയപ്പോൾ നമുക്ക് ശരിക്കും ഒന്നും ഉറങ്ങാൻ പറ്റിയില്ല. നമ്മൾ ഇന്നലെ ഒരുപാട് അന്വേഷിച്ചതിന് ശേഷമാണ് നമുക്ക് ടെൻ്റ് അടിക്കാനൊരു സ്പേസ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ടെൻ്റായിട്ടാണ് വരാൻ പ്ലാനെങ്കിൽ നേരത്തെ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലമെല്ലാം കണ്ടുപിടിച്ചിട്ട് വേണം വരാൻ. നമുക്ക് എല്ലായിടത്തും അതിന് പറ്റണമെന്നില്ല. പറ്റുന്ന സ്ഥലങ്ങളിൽ നേരത്തെ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇവിടെയെല്ലാം വളരെ ചെറിയ വീടുകളാണ്. വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു ഷെഡ്. അതിന് മുറ്റത്ത് ഒരു അമ്മ ഇരിക്കുന്നതുണ്ടോ. വളരെ പാവപ്പെട്ട ജനങ്ങളാണ് ഇവിടെ ജീവിക്കുന്നത്. ഇനി അവർ ട്രൈബൽസ് ആണെന്ന് അറിയത്തില്ല, കാരണം ഇത് ആനമല ടൈഗർ റിസർവിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ തിരുമൂർത്തി മല വരുന്നത്. തിരുമൂർത്തി ഫാൾസ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് മാത്രമല്ല, ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ഇവിടെ 3 മൂർത്തിമാരെ പൂജിക്കുന്ന ഒരു അമ്പലമെല്ലാം ഉണ്ട്. ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യവും കഥകളെല്ലാം നമുക്ക് മല കയറുമ്പോൾ പറയാം. ഇതാണ് തിരുമൂർത്തി ക്ഷേത്രം എന്നറിയപ്പെടുന്ന അമനലിംഗേശ്വര ക്ഷേത്രം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ 3 മൂർത്തികളെയാണ് ഇവിടെ പൂജിക്കുന്നത്. അതുകൊണ്ട് തന്നെ ത്രിമൂർത്തി എന്ന വാക്കിൽ നിന്നാണ് തിരുമൂർത്തി എന്ന പേര് വന്നത്. ഈ കാണുന്ന കൽമണ്ഡവും ബാക്ക്ഗ്രൗണ്ടിലെ തിരുമൂർത്തി മലകളും സൈഡിലൂടെ ഒഴുകുന്ന അരുവിയും എല്ലാം കൂടെ ഈ ക്ഷേത്രം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്.
ഇവിടെ നോക്കിയാൽ നമുക്ക് ത്രിമൂർത്തികളുടെ ശില്പം കാണാം. ഇപ്പോൾ തിരക്ക് വളരെ കുറവാണ്. വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും. മഴക്കാലത്ത് ഇവിടെ മലവെള്ളം കയറുന്നത് പതിവാണ്. മലവെള്ളം ഈ സൈഡിൽ കാണുന്ന അരുവിയിലൂടെ വന്ന് ഈ ക്ഷേത്രമൊക്കെ മൂടിപ്പോകാറുണ്ട്. ആ സമയത്ത് ഇവിടെയൊക്കെ അടച്ചിടും. ഈ കാണുന്ന ചപ്പാത്തൊക്കെ ഫുള്ള് വെള്ളത്തിൽ മുങ്ങിപ്പോവും. നമ്മൾ വന്നത് വേനൽക്കാലത്തായതുകൊണ്ട് തന്നെ ഇപ്പോൾ തീരെ വെള്ളമില്ല. ഈ വഴിക്കാണ് വാട്ടർഫാളിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് 5 രൂപയ്ക്ക് ഒരു പാസ് എടുക്കണം. 8:30 ആകുമ്പോഴാണ് ഓപ്പൺ ആക്കുക. ഇവിടെ ടൈഗറിൻ്റെ പടമെല്ലാം കൊടുത്തിട്ടുണ്ട്. എഴുതിയത് ഫുള്ള് തമിഴിലായതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പടങ്ങളെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. ആനമല ടൈഗർ റിസർവിൻ്റെ ഭാഗമാണ് ഈ തിരുമൂർത്തി മലകളും. ടൈഗർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ എപ്പോഴും തന്നെ ആളുകളുള്ള സ്ഥലമായതുകൊണ്ട് ഇങ്ങോട്ടൊന്നും വരില്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. എല്ലാം തമിഴിലാണ്. ആനയുടെ പടമെല്ലാം കൊടുത്ത് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ പാസ്സെല്ലാം എടുത്തു. ഇനി ഇവിടുന്ന് 1 കിലോമീറ്റർ മുകളിലേക്ക് നടക്കണം. ഈ ഇരിക്കുന്നവരെ കണ്ടോ? ഇവരെന്തോ ഒരു നേർച്ച നേർന്നിട്ട് വന്നേക്കുന്നതാണ്. അവരെല്ലാം കയ്യിൽ ഓരോ കുടമുണ്ട്. ആ കുടത്തിലാണെങ്കിൽ മഞ്ഞ കളറിനൊരു വെള്ളമുണ്ട്. ഈ വെള്ളം അവർ ആ വാട്ടർഫാളിൻ്റെ അവിടെ കൊണ്ടുവച്ച് എന്തോ പൂജ ചെയ്യുന്നതെല്ലാം കാണും. ഇവിടെ എല്ലായിടത്തും ഇതുപോലെ കള്ളിമുൾച്ചിട്ട് ഉണ്ടായിരിക്കുന്നത് കാണാൻ പറ്റും. ഇതൊരു ഡ്രൈ ഫോറസ്റ്റ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത്. അപ്പം നല്ല ചൂടുകൊണ്ട് നല്ല വെയിൽ പോയി. നമ്മുടെ ചിന്നാറെല്ലാം ഇതുപോലെ കള്ളിമുൾച്ചിട്ട് കാണാറുണ്ട്. ചിന്നാറും ഈ തിരുമൂർത്തി മലകളും നമ്മുടെ ആനമലയെല്ലാം ഒരേ ഫോറസ്റ്റിൻ്റെ ഭാഗങ്ങളാണ്. അതുപോലെ ഈ മുൾച്ചെടിയുടെ മുള്ള് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഒരു വട്ടം നമ്മുടെ കാലിൽ വല്ലത് കുത്തിക്കഴിഞ്ഞാൽ നമ്മളത് എടുക്കാൻ ശ്രമിക്കുന്നവരും വീണ്ടും വീണ്ടും ഉള്ളിലോട്ട് കയറിപ്പോയിക്കൊണ്ടേയിരിക്കും. ഒരുതരം നാരുള്ള മുള്ളുകളാണ് ഇവർക്കുള്ളത്. ഡ്രൈ ഫോറസ്റ്റിലും മരുഭൂമിയിലേക്കാണ് കൂടുതലായി ഇവരെ കാണപ്പെടുന്നത്. ഇവർക്ക് കിട്ടുന്ന ജലം ശേഖരിച്ചു വെച്ച് ഒരുപാട് നാൾ ജലമില്ലാണ്ട് ജീവിക്കാൻ ഇവർക്ക് പറ്റും. നമ്മളിപ്പോൾ കണ്ടതല്ലാണ്ട് വേറെ 100 കണക്കിന് കള്ളിച്ചെടികളുണ്ട്. സാധാരണ ഇവർക്ക് ഇലകളോ കായോ പൂക്കളൊന്നും ഉണ്ടാവാറില്ല. ഇലകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൂടെ ജലം നഷ്ടമാവും. അതുകൊണ്ടാണ് അവർക്ക് ഇലയില്ലാത്ത രൂപമുള്ളത്. എന്നാൽ ചില കള്ളിച്ചെടികൾക്ക് പൂക്കളും പഴങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാകുന്ന ചെടിയും ഒരു കള്ളിച്ചെടിയാണ്. നമ്മൾ ഏറെക്കുറെ വെള്ളച്ചാട്ടം എത്താറായി. അതേ അവിടെ ഒരു ഫാമിലി ഇരിപ്പുണ്ടല്ലോ. താഴെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തപ്പം ആ ചേട്ടൻ പറഞ്ഞായിരുന്നു ഇവിടെ കുറേ കുരങ്ങന്മാരുണ്ട്, ക്യാമറയും ഫോണൊന്നും സൂക്ഷിച്ചില്ലെങ്കിൽ ഇവരെടുത്തുകൊണ്ട് പോകുന്ന. എൻ്റെ കയ്യിൽ ഫുഡില്ല എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും. എന്നോട് ഭയങ്കര പാവമായിരുന്നു. നമ്മുടെ എൽദോക്ക് ഈ കാഴ്ചയെല്ലാം മിസ്സായി. അവൻ താഴെ നിൽക്കുവാണ്. നമ്മുടെ വണ്ടിയിലെ ലഗേജെല്ലാം ഇരിക്കുന്നതുകൊണ്ട് ഞാൻ മാത്രമാണ് ഇപ്പോൾ കൊണ്ട് കയറി വന്നേക്കുന്നത്. ഇവരെ പോലെയല്ല, താഴെ ശരിക്കുള്ള കള്ളന്മാരുണ്ടെന്ന് നമ്മുടെ അണ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തൽക്കാലം അവൻ താഴെ നിൽക്കുവാണ്. ഇതേ ഒരുത്തിനിരുന്ന് ഉറങ്ങുന്ന കണ്ടോ? നല്ല ഭംഗിയാണ് ഇവന്മാരെ കാണാൻ. ഇതേ ഒരു അച്ഛനും അമ്മയും മോനും. ആ മോൻ അച്ഛനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇനി ഞാൻ വീഡിയോ എടുക്കുന്ന ഇഷ്ടപ്പെടാണ്ട് എനിക്കെതിരെ കൊട്ടേഷൻ കൊടുക്കണമാണോ എന്തോ. ഞാൻ നിൽക്കണ കൊണ്ട് 3 പേരും ആ കുട്ടിയെ കവർ ചെയ്ത് നിൽക്കുവാണ്. മനുഷ്യനാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും അമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹം കണ്ടു നിൽക്കാൻ ഒരു പ്രത്യേക ഫീലാണ്. ഞാൻ ഒരുപാട് നേരം ഇവരെ നോക്കി നിന്നിട്ടാണ് പിന്നെ വെള്ളച്ചാട്ടത്തിലേക്ക് പോയത്. പ്ലാസ്റ്റിക് ഇന്നല്ലെന്ന് നമ്മൾ വന്നത് നല്ല വേനൽക്കാലത്തെ കൊണ്ട് തന്നെ ഇവിടെ നല്ല ചൂടാണ്. ഒരു സെപ്റ്റംബർ ടു ഡിസംബർ ആണ് ഇവിടെ വരാൻ ഏറ്റവും ബെസ്റ്റ് ടൈം. ചൂടുണ്ടെങ്കിലും ഇതിലൂടെ നടക്കാൻ അടിപൊളിയാണ്.
നമുക്കേതായാലും പോണ വഴിക്ക് ക്ഷേത്രത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ആത്രി മഹർഷിയും ഭാര്യ അനസൂയാദേവിയും താമസിച്ചിരുന്നെന്നാണ് വിശ്വാസം. ഒരു ദിവസം നാരദമുനി അനസൂയാദേവിയുടെ പാതിവൃത്യത്തെക്കുറിച്ച് പ്രശംസിച്ച് സംസാരിക്കുകയും ഇത് കേട്ട ബ്രഹ്മ, വിഷ്ണു, ശിവന്റെ ഭാര്യമാർ അസൂയപ്പെടുകയും അനസൂയയുടെ പാതിവൃത്തം കുറയ്ക്കാൻ ഭർത്താക്കന്മാരോട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും കൂടെ ആത്രി മഹർഷി ഇല്ലാത്ത സമയം നോക്കി ബ്രാഹ്മണ വേഷത്തിൽ ആഹാരം ഭിക്ഷയായി ചോദിച്ചു. അനസൂയ സമ്മതിച്ചപ്പോൾ പൂർണ്ണ നഗ്നയായിട്ട് വേണം അവർക്ക് ആഹാരം വിളമ്പുവാൻ എന്നവർ ആവശ്യപ്പെട്ടു. അന്നത്തെ കാലത്ത് ബ്രാഹ്മണൽ ഭിക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ മടക്കി അയക്കാൻ പാടില്ല എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ അനസൂയ ആശയക്കുഴപ്പത്തിലായി. അവർ കുറച്ച് ഭക്ഷണം തരൂ അമ്മ എന്നാണ് അനസൂയയെ വിളിച്ചത്. അനസൂയയെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് തന്നെ മക്കളായി കണ്ടുകൊണ്ട് ഭക്ഷണം വിളമ്പാമെന്ന് അനസൂയ തീരുമാനിക്കുകയും ഭർത്താവായ ആത്രി മഹർഷിയെ മനസ്സിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. അതോടെ ത്രിമൂർത്തികൾ കൊച്ചു കുഞ്ഞുങ്ങളായി മാറി. അനസൂയ അവർക്ക് മുലയൂട്ടുകയും കിടത്തി ഉറക്കുകയും ചെയ്തു. ആത്രി മഹർഷി തിരിച്ചെത്തിയപ്പോൾ ത്രിമൂർത്തികൾ പൂർണ്ണ രൂപം പ്രാപിക്കുകയും അനസൂയയുടെ പാതിവൃത്തം കണ്ട് അവൾക്ക് വരം കൊടുക്കാമെന്നും പറഞ്ഞു. അപ്പോൾ അനസൂയാദേവി ത്രിമൂർത്തികൾ അനസൂയയ്ക്ക് മക്കളായി ജനിക്കണമെന്ന് വരം ചോദിച്ചു. അത് അവർ നൽകുകയും ചെയ്തു. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് തിരുമൂർത്തി എന്ന് പേര് വന്നതും അതേ തുടർന്ന് ക്ഷേത്രം ഉണ്ടാക്കുകയും ചെയ്തത്. നമ്മൾ ശരിക്കും ഇതൊന്നും അറിയാണ്ടാണ് ഇവിടെ വന്നത്. ദൂരെ ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. ഈ ഒരു വാട്ടർഫാളിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, നല്ല വഴുക്കലാണ്. അതുപോലെ വലിയ വലിയ കുഴികളൊക്കെ ഉണ്ട്. ഇവിടെ പല സ്ഥലങ്ങളിൽ ഇതുപോലെ ഇറങ്ങാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം കമ്പിവേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം വളരെ കുറവാണ്. മഴക്കാലത്തോടെയൊക്കെ കാണാൻ അടിപൊളിയായിരിക്കും. അതുപോലെ ഈ വാട്ടർഫാളിന് പഞ്ചലിംഗ വാട്ടർഫാൾ എന്നൊരു പേരും കൂടെ ഉണ്ട്. ഈ വാട്ടർഫാളിൻ്റെ മുകളിലായിട്ട് 5 ശിവലിംഗം ഉണ്ടെന്നാണ് പറയുന്നത്. അവിടേക്ക് വീണ്ടും ഒരുപാട് നടന്നിട്ട് വേണം എത്താൻ. ആ വഴി എപ്പോഴും ഓപ്പൺ ആക്കത്തില്ല, വിശേഷപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് ആ വഴി ഓപ്പൺ ആക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ വാട്ടർഫാളിന് പഞ്ചലിംഗ വാട്ടർഫാൾ എന്ന് പേര് വരാൻ കാരണം. നമ്മളങ്ങനെ വെള്ളച്ചാട്ടം എത്തി. ഇവിടെ വരുന്നവർക്ക് കുളിക്കാനും ഡ്രസ്സ് മാറാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട്. രാവിലെ തന്നെ വെറും വയലിൽ മല കയറിയപ്പോൾ നല്ല സുഖം. നമുക്കപ്പോൾ അങ്ങനെ അവസാനം കുളിക്കാനൊരു സ്ഥലം കിട്ടുന്നുണ്ട് കേട്ടോ. ആ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇവിടെ ആകുമ്പോൾ നമുക്ക് അലക്കി കുളിക്കാം. കുളിയും ഫുഡ് ടൈപ്പും കഴിഞ്ഞാൽ നേരെ കൊടൈക്കനാലിന് പോവാം. എടുക്കണ്ട കുഴപ്പമൊന്നുമില്ലായിരിക്കണം. ചെറിയ നോക്കിയെന്ന് വെള്ളം എങ്ങനെയുണ്ട് ടേസ്റ്റ്? നല്ല തണുപ്പുണ്ടോ? എന്തോ ഒരു സ്മെല്ല് പോലെ. നമ്മളങ്ങനെ ട്രെക്കിങ്ങും കുളിയെല്ലാം കഴിഞ്ഞു. ഇനി നേരെ കൊടൈക്കനാലിലേക്ക് പോവാണ്. സമയം ഇപ്പോൾ 3 മണി കഴിഞ്ഞു. ഇനിയുണ്ട് ഇവിടെ നിന്നൊരു 112 കിലോമീറ്റർ. നമുക്ക് പെട്ടെന്ന് പോയാലുള്ളൂ റൂം എടുക്കാൻ പറ്റുള്ളൂ. കൊടൈക്കനാൽ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ടെൻ്റ് ഒളിക്കാൻ പറ്റില്ല. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരുപാട് വീട് അടുപ്പിച്ചടുപ്പിച്ച് പണിതേക്കുന്നത്. അത് കാണുമ്പോൾ തോന്നും തമിഴ്നാട്ടിൽ തീരെ സ്ഥലമില്ലാന്ന്. ശരിക്കും പറഞ്ഞാൽ അവർ ചെറിയ സ്ഥലത്ത് ചെറിയൊരു വീട് വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും കൃഷി ചെയ്യാറാണ് പതിവ്. തമിഴ്നാട്ടിലെ റോഡ് അടിപൊളിയാണ്. ഞാൻ കുറേ നേരമായിട്ട് ഗിയർ മാറിയിട്ടേ ഇല്ല. റോഡ് സൂപ്പറാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓരോ ഹമ്പ് വരും. വീതി കുറഞ്ഞിട്ട് നല്ല പൊക്കമുള്ള ഹമ്പാണ്. അറിയാണ്ട് നമ്മൾ ചാടിക്കഴിഞ്ഞാൽ നമ്മുടെ നടുകൂടിയും. നമ്മുടെ നാട്ടിലെ പോലെ കുഴികളോ കട്ടറോ ഒന്നുമില്ല. അതിന് കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെയും തമിഴ്നാട്ടിലെയും ഭൂപ്രകൃതി നല്ല വ്യത്യാസമാണ്. തമിഴ്നാട്ടിൽ പരന്ന് വിശാലമായിട്ട് കിടക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പോലെ വലിയ കയറ്റങ്ങളോ വളവുകളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് റോഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസി ആയിരിക്കും.
അതുപോലെ തമിഴ്നാട്ടിൽ മഴ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ റോട്ടിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള ചാൻസും കുറവാണ്. നമ്മുടെ നാട്ടിലെ ശക്തമായിട്ടുള്ള മഴയും ഭൂപ്രകൃതി എല്ലാം കാരണമായിരിക്കാം നമ്മുടെ റോഡ് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നത്. ഇത് ഈ കാണുന്നത് ചോളം കൃഷിയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെ ചോളവും ക്യാബേജും എല്ലാം കാണാം. പക്ഷേ ഒന്നും വിളവെടുക്കാറായിട്ടില്ല, എല്ലാം പൂവിട്ട് തുടങ്ങിയതേ ഉള്ളൂ. നമ്മളങ്ങനെ പഴനി എത്തി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പഴനി ക്ഷേത്രം കാണാം. നമ്മളിപ്പോൾ കൊടൈക്കനാലിലെ താഴ്ഭാഗത്ത് എത്തി. ഇനി ഇവിടുന്ന് ചുരം കയറിയിട്ട് വേണം മുകളിലെത്താൻ. പോകുന്ന വഴിക്ക് ചുരം കയറുന്ന മുമ്പായിട്ട് ഒരു അമ്പലമാണിത്. കണ്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നി, അതുകൊണ്ടാണ് വണ്ടി നിർത്തിയത്. ഈ ചുരം കയറുന്നതിന് മുമ്പായിട്ട് ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇത് മാത്രമല്ല, അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. നമ്മൾ ചുരം കയറി തുടങ്ങി. സമയം ഇപ്പം ഏകദേശം ഒരു 5:30 എല്ലാം കഴിഞ്ഞു. നല്ല ഗോൾഡൻ ലൈറ്റൊക്കെ കളിക്കുന്നുണ്ട്. பார்த்து போடு, நல்ல டைப்பாக இது ஆளை தூக்கி போடு, நம்ம வேலையா. അത് നിരന്തരം ഇല്ല ഇത്. നമ്മളങ്ങനെ കൊടൈക്കനാലെത്തി. നല്ല തണുപ്പാണ്. നമ്മൾ ഈ കൊടൈക്കനാൽ കയറുമ്പോൾ തന്നെ നമ്മളെ പലരും കൈ കാണിക്കും കേട്ടോ. കാണിച്ചു പറഞ്ഞാൽ വണ്ടി നിർത്തി കൊടുത്തേക്കരുത്. വണ്ടി നിർത്തിയാൽ നമ്മുടെ കാശ് പോകും. കാരണം പിന്നെ ഒരുപാട് പേര് കൈ കാണിക്കും. കൈ കാണിക്കുന്നവർ വണ്ടി നിർത്താൻ നിൽക്കണ്ട. നിന്ന് കഴിഞ്ഞാൽ നമുക്ക് റൂം എടുത്താൻ വേണ്ടിയിട്ട് കൈ കാണിക്കുന്നത്. റൂമൊക്കെ എടുത്ത് തരും. പിന്നെ അവർക്ക് നമ്മൾ സെപ്പറേറ്റ് വീണ്ടും വേറെ കാശ് കൊടുക്കേണ്ടി വരും. അതിലും വെച്ചാൽ നിങ്ങൾ തന്നെ വന്നിട്ട് റൂം നോക്കി എടുക്കുവാണെങ്കിൽ റേറ്റ് കുറഞ്ഞതും നല്ല റൂം നോക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ നമുക്ക് ഇവിടുന്ന് 1 ലിറ്ററിൻ്റെ വെള്ളമോ 1 ലിറ്ററിൻ്റെ പെപ്സി ഒന്നും കിട്ടത്തില്ല. ഇവിടെ പ്ലാസ്റ്റിക് നിരോധിച്ചേക്കുന്നതാണ്. നമുക്ക് 5 ലിറ്ററിൻ്റെ വെള്ളമാണ് ഇവിടെ നിന്ന് കിട്ടത്തുള്ളൂ. പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ പറയാം കേട്ടോ. ഗുഡ് നൈറ്റ്, ബൈ.